എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം 10-ാമതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാവും പ്ലാവും നടാൻ പോകണം. അത് കുറേ നാളായി മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇന്നാണ് നടാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇന്നാണ് 10-ാമതും കൂടിയാണ്. അപ്പോൾ ഇന്ന് നടാമെന്ന് വിചാരിച്ചത്. അച്ഛൻ ഇവിടെ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാവല്ലേ അച്ഛാ? ഇവിടെ മാവ് വെക്കും, ഇപ്പുറത്തെ ഇവിടെ പ്ലാവ് വെക്കാമെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. ഇപ്പം ഇച്ചിരി നേരെ ആയുള്ളൂ. ഉറക്കത്തിൽ നിന്ന് ഏറ്റു വന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഏകദേശം 8-8:15 ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ മാവ് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുഴിച്ചിട്ട് മണ്ണ് വാരി കൊടുക്കാം. ഇവിടെ നിന്ന് മണ്ണ് വാരി ഇവിടെ ഇടണം. ഇട്ടത് മൂടാനുള്ള മണ്ണ് കേട്ടോ. നല്ല കുഴി എടുക്കണം. കരിയിലേക്ക് ഇടും നമ്മൾ. ഇതിൽ കരിയില ഇടുകയില്ല വെച്ചാൽ പോരാ. അടുത്ത കുഴിക്ക് വേണം, നല്ല കുഴി വേണം. എന്നിട്ട് വേണം മാന്തി മണ്ണ് കളയാൻ. ഇച്ചിരി പണിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാംഗോസ്റ്റീനും പിന്നെ ഒരു പേരയും വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ തെക്കുവശത്തായിരുന്നു. പിന്നെ നമ്മൾ പ്ലാവ് മാവ് അവിടെ വെക്കാൻ പറ്റില്ല. അവിടെ നേരെ പൊക്കത്തോടെ ഒരു ലൈൻ പോയേക്കണം. അത് നമുക്കവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. നിങ്ങളുടെ ലൈനിൽ ചെന്ന് മുട്ടിയാൽ പ്രത്യേകിച്ച് ഈ പൊക്കമുള്ള മരങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ മാംഗോസ്റ്റീനൊക്കെ ഇച്ചിരി ഒതുക്കിയാണ് നട്ടേക്കണേ. പിന്നെ പേരയും ഒത്തിരി പൊക്കം വെക്കുമെന്ന് എനിക്ക് തോന്നണില്ല, ബഡാണ്. അപ്പോൾ എന്തായാലും പൊക്കം വെക്കുമായിരിക്കും. പിന്നെ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ഒരു അല്ലുപ്പൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് ഗൈസ് അല്ലു. ഇതേ കണ്ട, നമ്മുടെ അല്ലുവാണിത്. അവനാണെങ്കിൽ അവിടെ പോയി മാന്താണ്. ഇവനൊരു കുരിപ്പാണ് ഗൈസ്. ഞാൻ പിടിക്കാൻ ചെന്നാൻ ഓടും. അതാണ് അവൻ്റെ സ്വഭാവം. അല്ലു ബാ ഇവിടെ വാ. എന്താ ഇവിടെ അവനെ അങ്ങോട്ട് പോവും. ഒരു വൃത്തികെട്ട പൂച്ചയാണ്. ദേ ചാടി പോകണണ്ട, തുള്ളിച്ചാടിയാ പോകണത്. ഗൈസ് നമുക്കിവിടെ കുഴി കുഴിക്കുവാണ്. ചിരട്ടയാണ്. അപ്പം എനിക്കൊരു കാര്യം തോന്നിയത്, അവളൊരു മണ്ണെടുത്തിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ കാണിക്കൂലേ, ചിരട്ടയപ്പം. മണ്ണപ്പം പൊട്ടിപ്പോയി എൻ്റെ മണ്ണപ്പം. അത് ഇച്ചിരി മണ്ണെടുത്തിട്ട് വേണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറേ നാളായി ഗൈസ്. കൊരാൻ വരാം. കൊരാൻ പറയുന്നു. അപ്പം ഞാൻ ഇവിടെ മണ്ണപ്പം ചുട്ട് കളിക്കുന്നു. എന്നാലും പൊട്ടിപ്പോയി. അതവിടെ ഇരിക്കട്ടെ, ചവിട്ടരുത്. ഇതെന്താ ഗൈസ്? ഞാൻ ചുട്ടിപ്പം 3 മണ്ണപ്പം ചുട്ടിട്ടുണ്ട്. നമുക്കിതിന് വല്ല ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെ ഒരെണ്ണം ഈ പച്ചല ഫ്ലേവറാണ്. പൊട്ടിപ്പോയി. അടുത്തത് നമുക്ക് ഇതേത് ഫ്ലേവറാണ്? വേറൊന്നും അടിപൊളിയായിട്ടുള്ളതുണ്ട്. ഇതിൽ പൂവൊക്കെ ഉള്ള ഫ്ലേവർ. പൂ പോയി. മണ്ണപ്പോ ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ 3 ഫ്ലേവറിനെ ഒക്കെ ഇടിച്ചു കളയാം. ഹായ് സാറ്റിസ്ഫാക്ഷൻ ഗൈസ്. അപ്പം നമ്മൾ മാവ് വെക്കാനുള്ള കുഴി അടുത്തിട്ട് ഇപ്പുറത്തോട്ട് കുഴിക്കാൻ വന്നു. ഇവിടെയും കൂടി കുഴിച്ചിട്ട് നമുക്ക് അവിടെ നടാൻ തുടങ്ങാം കേട്ടോ. മാറ്റി ഇവിടുത്തെ മണ്ണിന് ഇച്ചിരി ഇളക്കം ഉണ്ടല്ലോ ചേച്ചാ. ഇച്ചിരി ഇളക്കമുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മാവും പ്ലാവും. ഇത് മാവിന് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും പ്ലാവിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഞാൻ കയറുന്നില്ല. ഇല കണ്ടോ ഗൈസ്? ഉണങ്ങി തുടങ്ങി. ഇത് പണ്ട് ഉണങ്ങിയതാട്ടോ. പിന്നെ ഇല വന്നപ്പോൾ കുഴപ്പമില്ലാണ്ടുണ്ട്. നല്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്നാലും ഇതിനകത്തല്ലേ ഗൈസ് നിൽക്കണം. അപ്പോൾ ഇത് ബഡാണ്. ഇത് കണ്ടോ? ഇതും കണ്ടോ? അപ്പോൾ എന്തായാലും നമുക്ക് വെച്ച് പിടിപ്പിക്കും. ഇത് കുഞ്ഞിലെ തന്നെ കായ്ക്കുന്ന പ്ലാവാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചാൽ മതി. ഒത്തിരി പൊക്കം വെക്കും തോന്നുന്നില്ല. പൊക്കം വെക്കണതിന് മുന്നേ കായ്ക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മാവിൻ്റെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് അവിടെ അല്ലപ്പൻ നമ്മൾ അങ്ങനെ അവസാനം കയ്യോടെ പിടിച്ചിട്ടുണ്ട്. ഹായ്, ഇതാണ് നമ്മുടെ അല്ലപ്പൻ.
ഞങ്ങൾ പെണ്ണാന്നോർത്താണ് ആദ്യം അല്ലു അല്ലു എന്നൊക്കെ പേരിട്ടത്. പിന്നെ ആണാന്ന് മനസ്സിലായത്. അപ്പം നമ്മൾ അല്ലപ്പൻ, അല്ലു അർജുൻ എന്നൊക്കെ വിളിക്കും ഗൈസ്. അല്ലുവിൻ്റെ പലതരം പേരുകളാണ്. ചിപ്പിടി ചപ്പിടി കുറേ പേരുണ്ട് ഇവന്. ഇവൻ എന്ത് വിളിച്ചാലും അവൻ ഓടി വരും. പക്ഷെ അല്ലു എന്ന് വിളിക്കുന്നതാണ് ഇവനിഷ്ടം അല്ലേ? ഇവന് പെടപ്പാണ് ഗൈസ്. എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഇവൻ നേരം മുരളി ചെയ്യാം. ഹായ് പറ. അതിന് ഇപ്പോൾ ഗൈസ് നമ്മുടെ ഈ പ്ലാവ് നമ്മൾ നടാൻ വേണ്ടി പോകണം. ഇച്ചിരി കുഴപ്പമുണ്ട്, അത് പോട്ടെ. എന്തായാലും ഇത് സിന്ദൂർ എന്ന് പറഞ്ഞ എന്തോ ഒരു ഇനമാണ്, എനിക്കറിയില്ല. അപ്പം അങ്ങനെ എന്തോ ആണെന്നാണ് ഇതിൽ എഴുതിയിട്ടുണ്ട് ഗൈസ്. കണ്ട കിടന്നോട്ടെ അല്ലേ? എന്തായാലും അല്ല, ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് പൊട്ടിച്ചോളാം. ഇതൊന്ന് പശമണ്ണല്ലേ? ഇത് നമ്മൾ മറ്റേ എവിടെ നിന്നാണ് നമ്മൾ കൃഷിഭവനല്ലേ? കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഗൈസ്. ഇച്ചിരി അങ്ങോട്ട് മാറ്റാം, അടിയിൽ നിന്നും പൊട്ടിക്കാൻ. ഓ അടിയിലത്തെയാണല്ലോ ഇത് ഭയങ്കര. ഇത്രയും നാളായിട്ട് ഇത് മതി, ഇത് ഇരുന്നോട്ടെ വെച്ചു. ഓക്കെ, ഞാൻ വെച്ചപ്പോഴേ കൈ ഇതൊക്കെ പോയി. വെച്ചോട്ടെ. ശരിക്കും നമ്മൾ ഇതിനകത്ത് മറ്റേ പുല്ലാണ് കഴിച്ചിട്ടത്. അവിടെ മണ്ണെ പിടിച്ചങ്ങ് താത്തിക്ക് ഇതങ്ങ് മാറ്റട്ടെ. മണ്ണയിലോട്ട് അതിന്റെ ചുവട്ടില്ല, മണ്ണെ പിടിച്ചങ്ങ് ശരിക്കും താത്ത് ഉള്ള ബലം മുഴുവൻ കൊടുക്കുക. അയ്യോ എന്റെ കാല് കുത്തമ്മ, അമ്മ കുത്ത്. നീയൊക്കെ താത്തത് മമ്മട്ടി വെച്ച് മണ്ണ് പഠിച്ചില്ലേ? മമ്മട്ടി ഇരിക്കുന്ന എന്റെ കാല് ഷീറ്റൊക്കെ ഉണ്ട്. നമുക്കിപ്പോ മമ്മട്ടി, എന്റെ ചെരുപ്പും പോയി, മമ്മട്ടി വെച്ച് വാരിയിടാം. അപ്പോൾ ഗൈസ് നമ്മുടെ മാവിനെ നമുക്ക് കീറിപ്പറിച്ചെടുക്കാം. ഇപ്പം ഇത്രയും തന്നെ മര്യാദക്ക് കീറി വന്നതാണ്. നമുക്ക് പിടിച്ചാൽ കിട്ടി പിന്നെ ഓ എൻ്റെ അമ്മേ, ഇന്നത്തെ ദിവസം പണിയല്ലോ അമ്മ. ഇത് ഉണങ്ങിയോ അമ്മ? ഇത് കണ്ടോ ഗൈസിന്റെ വേര് കണ്ടോ? ചെട്ടി മാവേതാ? എന്നാ കോട്ടൂർക്കോണം. എന്തൊക്കെ പേരാണോ ഗൈസ്? കോട്ടൂർക്കോണം. എന്താ പേരെന്നാ? വായിച്ചു നോക്ക്. കോട്ടൂർക്കോണം. ഇത് ഏതാ മാവിന്റെ ഇനാണോ അത്? ഇന്നത്തെ ദിവസം തുടക്കമേ അടിപൊളിയാ. എൻ്റെ കാല് മുറിഞ്ഞോണ്ടാ. ഇച്ചിരി മണ്ണിടാമേ ആദ്യമേ. അതിന് ഇട്ടും മണ്ണില്ല, പൊടി വരുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇതിന് നമുക്ക് മാവിനും പ്ലാവിനും വെള്ളം ഒഴിക്കണം. ഇത് കണ്ടോ, ഇത് ഇച്ചിരി ചരിഞ്ഞാണ് നിൽക്കുന്നത്. റെഡിയായി വന്നോളും. എന്തായാലും എൻ്റെ കാലും പൊട്ടി ഐശ്വര്യമാണ്, കാല് ചോര കണ്ട. അങ്ങനെയൊക്കെ അമ്മ പറയുന്നു. പിന്നെ ഗൈസ് ഇത് കണ്ടോ, നമ്മുടെ കാട്ടിലൊക്കെ ചീര കിളുത്തുവനെ കണ്ടോ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എന്തായാലും പിന്നെ ഗൈസ് ഇത് കണ്ട് നിങ്ങൾക്ക് വല്ല ചെടിയായിട്ട് തോന്നി ഗൈസ്? ഇത് നമ്മുടെ വെള്ളം തിളപ്പിക്കുന്നതാ അല്ലേ? വെള്ളം തിളപ്പിക്കുമെന്ന് വെച്ച് ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ബലിക്കോ? ഇതെടുക്കുവോ? ഇത് ഔഷധ ഗുണമുള്ളതല്ലേ? ചെറുകുള. ഇത് ഇങ്ങനെ നമ്മൾ ഔഷധ ഗുണമുള്ള വീഡിയോ ഏതാണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. ബൈ.